രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. കോർദോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുലിഖിതത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഒരു വസതിയുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തി. ഇങ്ങനെയാണ്: ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, സ്വർഗീയ വസതിയുള്ളതുകൊണ്ട് ആ സ്വർഗീയ വസതി നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവിടെ എത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ സഹനങ്ങൾ അനേകം കടന്നു വരുമ്പോൾ പൗലോസ്ലീഹ ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ കുറ്റമറ്റ വിധത്തിൽ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായത് സ്വർഗമുണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ വളരെയധികം തകർച്ചകളും അതുപോലെ തന്നെ ആ തകർന്ന സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അനേകം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കപ്പൽ അപകടത്തിൽപ്പെട്ടു, അതുപോലെ തന്നെ സ്വന്തക്കാരിൽ അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നെല്ലാം പീഡനങ്ങൾ ഏൽക്കേണ്ടതായിട്ടെല്ലാം വന്നു. അങ്ങനെ എല്ലാം വരുന്ന സാഹചര്യത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കാനായിട്ട് സാധിച്ചത് സ്വർഗമുണ്ടെന്നുള്ളൊരു ചിന്തയാണ്. നമ്മുടെ ജീവിതം നമുക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ അനേകം അത്ഭുതങ്ങൾ കിട്ടും. നമ്മൾ അനേകം അത്ഭുതങ്ങൾ നേടിയെടുത്ത് വരാം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് അനേകം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഈ അത്ഭുതങ്ങൾ കിട്ടിയതിന് ശേഷം പൊടി തട്ടിപ്പോകേണ്ടവരല്ല നമ്മൾ. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ. 11-ാമത്തെ അധ്യായത്തിൽ 20 മുതൽ 18 പറയുന്നുണ്ട്, എന്തുകൊണ്ട് യേശു അത്ഭുതങ്ങൾ ചെയ്തു, ആ അത്ഭുതങ്ങൾ ചെയ്തിട്ട് എന്താണ് യേശു അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത്ഭുതം കിട്ടിയവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് ഇവിടെ ദൈവവചനം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 20 മുതലുള്ള തിരുലിഖിതത്തിൽ പറയാം, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ യേശുവിൽ നിന്നും സ്വീകരിച്ച നഗരങ്ങൾ, അവിടെയുള്ള നിവാസികൾ മാനസാന്തരപ്പെടാത്തതിനാൽ യേശു ശാസിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ യേശുനാമത്തിൻ്റെ ശക്തി, വിശുദ്ധ ലിഖിതത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കിട്ടും. ഈ ദിവസങ്ങളിൽ തന്നെ, ധ്യാന ദിവസങ്ങളിൽ, കൺവെൻഷൻ ദിനങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ഈശോ പറയുകയാണ്. താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം, നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോയിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ട് കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരുന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ അത്ഭുതങ്ങൾ ദൈവം തരുന്നത് ദൈവത്തെ അറിഞ്ഞ് അനുദപിച്ച് നിത്യജീവിതത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ഈശോ പറയുക, ഒരു ദൈവ പൈതലും നാശത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവ പൈതലും ദുഃഖത്തിലൂടെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു രക്ഷയുണ്ട്. റോമ 10:13 പറയുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. സകലരും രക്ഷ പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം. അത് യേശുവിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ അതിലപ്പുറം യേശു ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അത്ഭുതങ്ങൾ
ലഭിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, യേശുവിൻ്റെ ശക്തി തിരിച്ചറിയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യം ഇതാ. പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്യണം. നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം ജീവിതത്തിൽ വേണം. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ബോധ്യം ജീവിതത്തിലുണ്ടെങ്കിൽ സഹനം വന്നാലും ശരി, ക്ലേശങ്ങൾ വന്നാലും ശരി, ഈ ക്ലേശങ്ങളുടെ മധ്യത്തിലും കർത്താവിനോട് ചേർന്ന് നിൽക്കും. അനേകരുടെ ജീവിതത്തിലെ പ്രശ്നം ഇതാ, കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ നടന്നില്ല, എന്നാൽ ഇനി പ്രാർത്ഥന വേണ്ട. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, പ്രാർത്ഥന വേണ്ട. ഇന്ന് അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാച് കയറി കളിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ചേർന്ന് നോക്കിക്കേ. ചിലപ്പം 1 വർഷം കൊണ്ട് നടന്നില്ലായിരിക്കും, 2 വർഷം നടന്നില്ലായിരിക്കും. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാ, കർത്താവ് വിശ്വസ്തനാ, കാത്തുകൊള്ളും. തെസ്സലോനിക്കക്കാർക്ക് ലേഖനം 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുലിഖിതത്തിൽ വചനം പറയുന്ന ഇങ്ങനെയാണ്: കർത്താവ് വിശ്വസ്തനാ, അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും, ദുഷ്ടനിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളും. ദുഷ്ടൻ നിന്നെ സംരക്ഷിക്കും, കർത്താവ് നിന്നെ കാത്തുകൊള്ളും. കർത്താവ് വിശ്വസ്തനാണ് എന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ച് ടൈം ലിമിറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ ഉണ്ടല്ലോ അത് ചെയ്തു തരണമെന്നില്ല. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഓടും, പിന്നെ ഉടയവനെ മറക്കും, ദാതാവിനെ മറക്കും, ദൈവത്തെ മറക്കും. നിൻ്റെ ആത്മരക്ഷയാണ് നിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അത്ഭുതത്തിൻ്റെ കാതിലെന്ന് നീ തിരിച്ചറിയണം. ദൈവം ആഗ്രഹിക്കുന്നതാ. നമുക്കറിയാം, ബെത്സയിദായി കുളക്കരയിൽ കിടന്ന തളർവാദ രോഗിയോട് പറഞ്ഞത് എന്താ? നീ എത്ര കാലമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു. 38 വർഷമായി. 38 വർഷമായി. നിന്നെ ആരും ഈ കുളത്തിൽ ഇറക്കിയില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കുളം കലങ്ങുമ്പോൾ ഞാൻ ഏറ്റു വരുമ്പോഴത്തേക്കും നടന്ന് കിടക്കുന്ന ആരും പിടിച്ചെടുക്കാനില്ല, വരുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ കയറി വരും, സൗഖ്യം കിട്ടും. കർത്താവ് അതിൻ്റെ അകത്ത് കുളത്തിൽ ഇറക്കാനൊന്നും പോയില്ല, പറഞ്ഞു കിടക്കെടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. കിടക്കെടുത്തുകൊണ്ട് പോയി. ഇവൻ അത് കഴിഞ്ഞ് ആരാ ചെയ്ത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. നിയമജനം പരിസരം ദേവാലയത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, ആരാ നിനക്കിത് തന്നത്? ആരാ നിനക്ക് സൗഖ്യം തന്നത്? എനിക്കറിയത്തില്ല. ആരാ തന്നതെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ യേശു അവനെ കണ്ടുമുട്ടി. അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: കൂടുതൽ മോശമായതൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. കൂടുതൽ മോശമായതൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. നിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഈ തളർച്ച എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ പാപത്തിൻ്റെ വഴി വിട്ട് പുണ്യത്തിൻ്റെ വഴിയിലൂടെ, നിത്യതയുടെ വഴിയിലൂടെ നീ നടക്കണമെന്നാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ സൗഖ്യത്തിൻ്റെ പിന്നിലും, ഓരോ അത്ഭുതത്തിൻ്റെ പിന്നിലും നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പ്രാർത്ഥിക്കും, മക്കൾ UK പോകണം. UK പോയി കഴിഞ്ഞാൽ, ഇവിടെ വിശ്വാസം ഇല്ലാത്ത ഒരുത്തൻ UK പോയി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം ചെന്നു, സമ്പത്തുണ്ടാകും, സൗകര്യങ്ങളുണ്ടാകും, പക്ഷേ അവൻ്റെ ആത്മാവ് പോവും. ഇപ്പം ഇവിടെ വെച്ച് ആത്മാവിനെ പരിശീലിപ്പിക്കുക, ആത്മീയ വഴികൾ പരിശീലിപ്പിക്കുക, കൃപയുടെ വഴികൾ പരിശീലിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ കർത്താവിനോട് വിടണമെന്ന് പറഞ്ഞാൽ എവിടെ വേണേലും വിട്ടോളും. അവിടെ ചെന്നാൽ അവൻ ആത്മീയ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കും. ഇല്ലാത്ത എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്? ഡൈവോഴ്സിൻ്റെ എത്ര കുടുംബങ്ങൾ, ഭിന്നിച്ചു കഴിയുന്ന അനേകം കുടുംബങ്ങൾ. ഒറ്റ ആഗ്രഹമുള്ളൂ, ഭൗതികമായി സമൃദ്ധി വേണം, കർത്താവ് തരും. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് കാരുണ്യവാനാണ്, ക്ഷമാശീലൻ, വിശ്വസ്തൻ, നല്ലവൻ. അതുകൊണ്ട് കാത്തുകൊള്ളും. ഒരു ദൈവം നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം അത് തരും. പക്ഷേ ദൈവത്തിനൊരാഗ്രഹമുണ്ട്, നിത്യരക്ഷ. നിത്യരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ സൗകര്യങ്ങൾ നിത്യരക്ഷയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കാറില്ലാത്തവരുണ്ടോ? വാഹനമില്ലാത്തവരുണ്ടോ? വാഹനവും സൗകര്യങ്ങളും ഇല്ലാത്ത കാലങ്ങളിൽ ഇവിടെ ഈ പള്ളി വരുന്നതിന് മുമ്പ് എവിടെയോ ദൂരെ പോയി കുർബാനയിൽ പങ്കെടുത്തവരല്ലേ? അന്ന് പ്രാർത്ഥിച്ചിരുന്നു, ഒരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പള്ളിയിലേക്ക് പോകാൻ. വാഹനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുർബാന തുടങ്ങിയിട്ടല്ലേ വരുള്ളൂ. നേരത്തെ വരുമോ? നേരത്തെ വരില്ല. ചിലർ പറയും, മലയെ താമസിക്കുന്ന കാലഘട്ടത്തിൽ ചൂട്ടും കത്തിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ചു, മക്കൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയുടെ മുറ്റത്ത് വന്നൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചു. എന്നാൽ ഡെയിലി പള്ളിയിൽ പോകാമല്ലോ, ആത്മീയ വഴി പോകാമല്ലോ. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. മക്കളെ നല്ല ജോലി കൊടുത്ത് നൽകി അനുഗ്രഹിച്ചു. അവരുടെ സമ്പത്തിലൂടെ, ജോലിയിലൂടെ, ദൈവം നൽകിയ ദാനത്തിലൂടെ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് വീട് വെച്ചു. പള്ളി കയറില്ല. അപ്പോൾ പറയാം, മക്കളുടെ പിള്ളേരെല്ലാം വീട്ടിൽ വന്നു. അവരുടെ മക്കൾ
അടുത്ത മകളെ കെട്ടിച്ചു, അതിൻ്റെ പിള്ളേരെ നോക്കണം. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കൊച്ചിനെ കെട്ടിച്ചു, അതിൻ്റെ പിള്ളേരെ നോക്കണം. മൂന്നാമത്തേനെ കെട്ടിച്ചു, അതിൻ്റെ പിള്ളേരെ നോക്കണം. ഇപ്പം മൊത്തം ശിശുപാലനത്തിലാണ്. ഹല്ലേലൂയ. എത്ര പേരാ പള്ളി വരും, ആത്മീയ വഴിയിലൂടെ നടക്കുമെന്ന് വിചാരിച്ചു വന്നിട്ട് ഇപ്പം പറ്റുന്നുണ്ടോ? പലരും പറയും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നേക്കാം, ഇനി ആത്മാവിൻ്റെ വഴിയിൽ നടക്കാമെന്ന് പറയും. റിട്ടയർ ചെയ്ത് നടക്കുമോ? അന്നേരമാണ് എല്ലാ ഉത്തരവാദിത്വം തലയെ ഏൽപ്പിച്ചു. പണ്ടത്തേക്കായാലും തിരക്കായി ഇന്ന്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷ അതങ്ങോട്ട് പോയി. നിത്യരക്ഷയെക്കുറിച്ചുള്ള ജ്ഞാനവും പോയി. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് യേശു നൽകുന്ന ഓരോ അത്ഭുതത്തിൻ്റെ പിന്നിലും നിത്യരക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹം സ്വീകരിക്കുന്നവർ അനേകർ നിത്യരക്ഷയുടെ വഴിയിലൂടെ നടക്കുന്നത് എനിക്കറിയാം. നിത്യരക്ഷയുടെ വഴിയിൽ നേരത്തെ പ്രാർത്ഥിക്കാത്തവർ ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ നിത്യരക്ഷയുടെ വഴിയിലൂടെ നടന്നു പോകുന്ന അനേകം വ്യക്തികളുണ്ട്. ഉദാഹരണം എന്നൊന്ന് പറയാം. ഞാനൊരു പള്ളിയിൽ വികാരിയായിട്ട് ചെന്നു. ആ വികാരിയായിട്ട് ചെന്ന ഒരു മാസത്തിനുള്ളിൽ അവിടെ 130ഓളം വീടുകളുണ്ട്. ഞാൻ എല്ലാ വീടുകളും സന്ദർശിക്കാൻ പോയി. ഒരു മാസത്തിനുള്ളിൽ എല്ലാ വീടും കയറി. രാവിലെ വൈകുന്നേരം സന്ദർശനമാണ്, എല്ലാം ജോലിക്കാരാണ്. അപ്പം രാവിലെ നേരത്തെ ചെല്ലും. അങ്ങനെ ഒറ്റ മാസം കൊണ്ട് ചെന്നു. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ വൈകുന്നേരം ഒരു 7:45 സമയത്ത് വീട്ടുമുറ്റത്തുകൊണ്ട് വണ്ടി നിർത്തി ഞാൻ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ പള്ളിയുടെ ജനൽ പോലെയാണ്. കർട്ടനൊന്നുമില്ല, എല്ലാം ഇങ്ങനെ ഇതിലും താന്നാണ്. ഈ തറയിൽ നേണ്ട ഒരടി പൊക്കത്തിൽ കൂടിയാണ് ഈ ജനൽ പോകുന്നത്. അതുകൊണ്ട് ഈ പെരയ്ക്കകത്ത് നടക്കുന്ന സകല കാര്യവും ഈ മുറ്റത്ത് നിന്നാൽ കാണാം. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിൻ്റെ ഇവരുടെ ഈ കയറി ചെല്ലുന്ന മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ ഇത്ര നീളം എടുത്താൽ ഒരു ക്വാർട്ടർ, ഒരു അരയോളം ഭാഗമുണ്ട് ഒരു മുറി, കയറി ചെല്ലുന്ന മുറി. ഈ പള്ളിയുടെ ഈ പകുതി എടുത്താൽ അതിൻ്റെ ഒരു പകുതിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ നിന്ന് നോക്കുമ്പോൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്നാണെന്നറിയോ? ഈ വീടിൻ്റെ ഒരു മൂലയിൽ നിന്ന് ഇപ്പുറത്തെ മൂലയിലേക്ക് 1 മീറ്റർ ഹൈറ്റുള്ള ഒരു ബോൾ അങ്ങോട്ട് ഓടുന്നു. ഭയങ്കര ഫാസ്റ്റായിട്ട് അങ്ങോട്ട് ഓടുന്നു. അവിടുന്ന് അതുപോലെ തിരിച്ചിങ്ങോട്ട് വരുന്നു. വീണ്ടും അതിലും ഫോഴ്സിൽ അങ്ങോട്ട് തട്ടി തെറിപ്പിക്കുന്നു. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് തെറിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ബോൾ കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു മൂല ഭർത്താവ് ഇരിപ്പുണ്ട്, മറ്റേ മൂല ഭാര്യ ഇരിപ്പുണ്ട്. ഇവർ ഈ ബോൾ കളിയാണ് വൈകിട്ട് 7:45 സമയത്ത്. അങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ടു, ഈ ബോൾ കളി കണ്ടു. അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ട് മണി അടിച്ചു. ഇവർ വന്ന് വാതിൽ തുറന്നു. ചേട്ടൻ വന്ന് വാതിൽ തുറന്നു. അങ്ങനെ കണ്ടു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി ഇരിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ ചേട്ടനും ചേട്ടത്തി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, ചെറുപ്പക്കാരാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് മനസ്സിലായി, ഇവർക്ക് മക്കളില്ലാത്ത ദമ്പതികളാണ്. അതുകൊണ്ടാണ് വൈകുന്നേരം ഈ ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി. ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വൈകിട്ട് ജോലി കഴിഞ്ഞ് വരും മക്കളുണ്ടെങ്കിൽ തീറ്റിക്കണം, കുളിപ്പിക്കണം, എന്തെല്ലാം പരിപാടികളുണ്ട്. കരയും, അടി കൊടുക്കണം, അല്ലെങ്കിൽ എന്തെല്ലാം പരിപാടികളുണ്ട്. പിള്ളേരുടെ അംഗം നടക്കണ്ടേ. അപ്പം ഈ കുട്ടികളില്ലാത്തതുകൊണ്ട് ഇവർ വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞു, പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് ഈ ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കോണിച്ചു ഇങ്ങനെ കോർണറിൽ നിന്ന് കോർണറിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ പോയില്ല. ഇവർ മക്കളുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാം. മക്കളില്ലാത്തവർ മക്കളില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അനേകരിങ്ങനെ പറഞ്ഞു വിഷമിച്ചിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചോദിക്കേണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിക്കാം, അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മറ്റ് പല കാര്യങ്ങൾ ഇവരുടെ വീടും കൂടുമൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു വലിയൊരു പ്രയർ ഹാളിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാം. തിരുവറുതെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം, സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവരുടെ ഹൃദയവേദന, മക്കളില്ലാത്തതിൻ്റെ വേദന മനസ്സിലായി. അതുകൊണ്ട് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ ഇവർക്ക് കുഞ്ഞുങ്ങളെ നൽകണേ, കുഞ്ഞുങ്ങളെ ഇവർക്ക് നൽകണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പോരാൻ നേരത്ത് ഈ കുരിശ് വെച്ചിട്ട് ആശീർവാദം കൊടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും കർത്താവിനോട് പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകുന്ന തടസ്സങ്ങൾ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോന്നു. മുറ്റത്തിറങ്ങി വണ്ടിയെ കയറ്റി വിടാൻ വേണ്ടി ഇവർ രണ്ടുപേരും വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നാളെ തൊട്ട് പള്ളി വരണമെന്ന് പറഞ്ഞു. ഇവർ പള്ളി വരുന്നില്ലാത്ത ആൾക്കാരാണെന്നൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായി. ഞാൻ പറഞ്ഞു നാളെ തൊട്ട് കുർബാനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഇവരെന്തായാലും ഒരാൾ ഡോക്ടർ, ഒരാൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥൻ, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന വൈഫ് ഡോക്ടർ. പിറ്റേ ദിവസം ഇവർ പള്ളി വരാൻ തുടങ്ങി. അങ്ങനെ സ്ഥിരമായിട്ട് പള്ളി വന്നു. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, നല്ല അടുപ്പമായി. കുർബാന കഴിഞ്ഞു ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടേ പോകുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇവരെ തനിയെ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അപ്പോൾ എന്നോട് പറഞ്ഞു 8 വർഷം കഴിഞ്ഞ അച്ഛാന്ന് പറഞ്ഞു. 8 വർഷം കഴിഞ്ഞു. ഇവൾ ഡോക്ടറായിട്ട് പോലും അൺനെസസറിയായി, അല്ലെങ്കിൽ നെസസറി ആയിട്ടും അൺനെസസറി ആയിട്ടും ആവശ്യമില്ലാതെയും 5 ഓപ്പറേഷൻ ഇവളുടെ യൂട്രസ് ചെയ്തു കഴിഞ്ഞു.
എന്നിട്ട് ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് പറയാം, അച്ഛാ ഇനി കുട്ടികളുണ്ടാകില്ല, കാരണം മൊത്തം കുളവാന്ന് പറഞ്ഞു. മൊത്തം കുളവാ, ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് വൈദ്യശാസ്ത്രം, അത് വൈദ്യശാസ്ത്രം. ദൈവത്തിന് വേറൊരു ശാസ്ത്രമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ പ്രാർത്ഥന നിർത്തിയെന്ന് പറഞ്ഞു. ഇവർ നിർത്തിയെന്ന് എന്നോട് പറയാം, അതുകൊണ്ട് നിർത്തിയെങ്കിലും ഇനി തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരു 3-4 മാസം പിന്നെയും കഴിഞ്ഞു. ഒരനക്കം ഉണ്ടായില്ല. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു. ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ആയില്ല, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടൊന്നും ആയില്ല എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഈ ആരാധനയിൽ വന്ന് എല്ലാ ദിവസവും വന്ന് ഒരു 2 ആഴ്ച വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ചേട്ടൻ പറഞ്ഞു എനിക്ക് ലീവ് കിട്ടില്ല, പക്ഷേ വൈഫിന് കിട്ടും, 2 ആഴ്ച വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച ഇവൾ വെള്ളക്കുപ്പിയായിട്ട് വരികയാണ്. രാവിലെ വന്നാൽ പിന്നെ പുറത്തിറങ്ങില്ല. ഏതാണ്ട് ഒരു 9:30 വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീ പോകുന്നത് ഏതാണ്ട് ഒരു 3 മണി സമയത്താണ് പോകുന്നത്. അത്ര മണിക്കൂർ അവിടെ 2 ആഴ്ച ഇരുന്ന് പ്രാർത്ഥിക്കുക. വെള്ള ബോട്ടിൽ വന്നിരുന്ന് കുടിക്കുന്നു, ഇരുന്ന് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. കാരണം ഇവരോട് നമ്മൾ പറഞ്ഞിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുമ്പോൾ വന്നിരുന്ന് പ്രാർത്ഥിച്ചോ, നിത്യാരാധന വന്നിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇവരത് വിശ്വസിച്ചു. ഞാനും കുർബാനയിലും അല്ലാതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ കർത്താവിന് ശക്തി ഇറങ്ങണം. അങ്ങനെ ഏതാണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥന 2 ആഴ്ച കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ ടൗണിൽ പോയിരിക്കാം. രാവിലെ കുർബാന കഴിഞ്ഞ് ടൗണിൽ പോയി. അങ്ങനെ പോയി ആ ടൗണിലായിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, അച്ഛാ വീട്ടിൽ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അച്ഛനോട് ആദ്യം പറയുന്നത്, അച്ഛൻ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിൽ കയറി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണം. ഞാനങ്ങനെ വീണ്ടും വീട്ടിൽ കയറി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവൾക്ക് എത്ര വയസ്സാണെന്നറിയാം? 40 വയസ്സായി. 40.5 വയസ്സായി ശരിക്കും പറഞ്ഞാൽ 40.5 വയസ്സ്. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, അച്ഛാ വയസ്സൊക്കെ ഇത്ര ആയി, അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായില്ല. കർത്താവ് തന്നാൽ കർത്താവ് വളർത്തിയിരിക്കും. വീണ്ടും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ ഇവർ പിറ്റേ ദിവസം ഊർജ്ജസ്വലമായിട്ട് വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർ കുർബാന കഴിയുമ്പോൾ എന്നും വരും. എന്തിനാണെന്നറിയാമോ? അച്ഛൻ്റെ ആശീർവാദം മേടിക്കുക. സങ്കീർത്തി ഓടിക്കയറി വരും. അപ്പോൾ സങ്കീർത്തി വെച്ച് ഉടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ആശീർവാദം ഇങ്ങനെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ വരാൻ തുടങ്ങി. അതുപോലെ സങ്കീർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് എന്ന് കുർബാനയ്ക്ക് വന്നാലും ആദ്യ വെള്ളിയാഴ്ച വന്നാലും കുരിശ് വെച്ച് ആശീർവാദം മേടിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ ഇത് നോർമൽ ഒരു ഡെലിവറി ഒരു ചെറുക്കൻ കൊച്ചിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ, അതുവരെ പള്ളിയായിട്ടും പ്രാർത്ഥനയ്ക്ക് സ്ഥിരം വരാതെ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു വിശ്വാസം കർത്താവ് കൊടുത്തു. വലിയൊരു വിശ്വാസം. അങ്ങനെ ഈ കുട്ടി ഓടി നടന്ന ഈ കസേരയിൽ സോഫ സെറ്റിയിലൊക്കെ കയറിയില്ല, വലിഞ്ഞു കയറുന്ന സമയമില്ലേ, അത് എത്ര മാസമെന്ന് എനിക്കറിയത്തില്ല. എത്രയും മാസം നിങ്ങൾക്കറിയാം, കാരണം നമുക്കറിയാം. ഇങ്ങനെ വലിഞ്ഞു വന്ന് ഈ സോഫ സെറ്റിയിലൊക്കെ വലിഞ്ഞ് കയറുന്നൊരു സമയമുണ്ട്. 5 മാസം 6 മാസം അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല എത്രയായാലും. അത് നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല മാസങ്ങൾ. എന്തായാലും ഇതിങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഈ വീട്ടിൽ ചെന്നു. ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കൊച്ചു ചെറുക്കൻ ഇങ്ങനെ വലിഞ്ഞ് സോഫയുടെ അറ്റത്ത് വന്ന് കയറി. ഞാൻ ഇങ്ങേ അറ്റത്തിരിക്കുമ്പോൾ അങ്ങേ അറ്റത്ത് കയറി ഇവൻ ഇങ്ങനെ വലിഞ്ഞ് വന്ന് എൻ്റെ മേത്തോട്ട് കയറി. ഇങ്ങനെ എൻ്റെ മേത്തോട്ട് അള്ളി പിടിച്ച് ഇങ്ങനെ കയറിയിട്ട് ഇവൻ എന്തോ ഒരു സാധനം കൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇവൻ എന്നാണെന്നറിയോ, സത്യത്തിൽ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചില്ല. ഇവൻ അവിടെ കിടന്ന ഈ തറ തുടയ്ക്കാൻ പറ്റിയിരുന്ന ഒരു തുണി ഉണ്ടായിരുന്നു. അവിടെ ഇവൻ വല്ല മൂത്രം ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കണം, അത് തുടയ്ക്കുന്നൊരു തുണി ഉണ്ടായിരുന്നു. ഈ തുണി എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാം, ഇവൻ ഇങ്ങനെ ഈ ഊറാല പോലെ ഇട്ടു. അവൻ്റെ കഴുത്തേലിട്ടിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാവോ, ഇവൻ പാഞ്ഞ് കയറി വന്നിട്ട് അവിടെ കണ്ടൊരു പേനായുടെ ഒരു മുറി ഇരിപ്പുണ്ടായിരുന്നു. ഈ മുറി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ ഇങ്ങനെ ഊറാല പോലെ ഇട്ടിട്ട് ഇവൻ എൻ്റെ മേത്ത് വന്ന് കയറി. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, പിള്ളേരല്ലേ കയറിക്കോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവൻ ഇങ്ങനെ വന്ന് കയറി ഇങ്ങനെ കാണിച്ചു. എന്താ സംഭവം എന്നറിയാവോ? ഇവൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് ഇവൻ അറിയുന്നുണ്ട്, എൻ്റെ പൊന്ന് സഹോദരിമാരെ, ഗർഭിണികളെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ല ഗർഭം ധരിക്കാതിരിക്കുന്നു, ഓർക്കണം, നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്താൽ ഒരു പുരോഹിതൻ്റെ ആശീർവാദം മേടിച്ച് ഇതൊക്കെ കൊച്ചു കാണുന്നുണ്ട്. ഈ കൊച്ചു ഊറാല പോലെ എടുത്തിട്ടിട്ട് ഇവൻ വന്ന് കയറി പേനാട് മുറി വെച്ചിട്ട് ആരെയാ, അവൻ്റെ അമ്മയുടെ തലയെ വരച്ചു. അവൻ്റെ തലയിലാണ്. അവൻ ആ അച്ഛൻ്റെ തലയെ കുരിശ് വരച്ചു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊച്ചു കയറി വരയ്ക്കുന്നതാണ് ഇത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ചൊരു വചനമുണ്ട്, എന്താണെന്നറിയാവോ? ഒരു വചനം പറഞ്ഞുതരാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 1:14 ഒരു വചനം പറയുന്നുണ്ട്. 1:14 മാതൃഗർഭത്തിലാണ് ഒരു വിശ്വാസി
ഉരുവാകുന്നത്. എവിടെയാ? മാതൃഗർഭത്തിൽ ഒരു വിശ്വാസി ഉരുവാകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് പ്രഭാഷകൻ 1:14. മാതൃഗർഭത്തിൽ ഒരു വിശ്വാസി ഉരുവാകും. അപ്പോൾ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിന് നൽകേണ്ട പരിശീലനം ഇന്നല്ല വിശ്വാസ പരിശീലനം നൽകേണ്ടത്, അന്നാ നൽകേണ്ടത്. അതുകൊണ്ടല്ലേ സഭ പഠിപ്പിക്കുന്നതും അറിവുള്ളവരും പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയുന്നത്. ഇനി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ വഴക്കും മർക്കടമുഷ്ടിയായിട്ട് ഡൈവോഴ്സിൻ്റെ വക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഈ സമയത്ത് വൈദികരുടെ ആശീർവാദം മേടിച്ച് നിത്യാരം ചാപ്പലിൽ കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് വചന ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്ത് ദൈവജന ശുശ്രൂഷ പങ്കെടുത്ത് വചനമെല്ലാം വായിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ലായിരുന്നു, അറിയാമോ? നിങ്ങൾ ചിന്തിക്കുക, ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു ശല്യമില്ല. അവൻ വളരെ പക്വതയുള്ളൊരു കുഞ്ഞായിരുന്നു. മാത്രമല്ല കുടുംബത്തിന് രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി കർത്താവ് കൊടുത്തു. ഏത്? 40 വയസ്സിലുണ്ടാകുന്ന ഗർഭം ധരിച്ചു. 41 വയസ്സ് കഴിഞ്ഞ് ഉണ്ടാകുന്നു. അടുത്ത കുഞ്ഞിനെ 44 വയസ്സിൽ വീണ്ടും കൊടുത്തു. കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് അത്ഭുതം ചെയ്യും. അന്ന് വികാരിയായി ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അവർ ഇന്നും മക്കളില്ലാത്ത പോലെ നടന്നേനെ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറെ കാര്യമാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, അത്ഭുതങ്ങൾ നൽകുന്നത് കർത്താവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, കർത്താവിനെ വിട്ടുപിരിയാതെ കൂടെ നിൽക്കാൻ വേണ്ട. ഈ കുടുംബം അങ്ങനെയായി. ഇവരുടെ ജീവിതത്തെ പിന്നീട് ഈ അത്ഭുതം അവർ നോക്കും മുഴുവൻ അത്ഭുതമാണ്. കൂടെയുള്ളവരും സഹപ്രവർത്തകരും ഡോക്ടേഴ്സും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു, കളിയാക്കിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനായ സഹോദരൻ ആ ഓഫീസിൽ ചെല്ലുമ്പോഴൊക്കെ മക്കളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. കുടുംബമായിട്ട് മീറ്റിങ്ങും അവരൊക്കെ പല മീറ്റിങ്ങുകൾ വരുമ്പോൾ കുടുംബമായിട്ടും കുട്ടികളായിട്ട് വരുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നാണക്കേട് ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടൽ. പക്ഷെ കർത്താവ് കൊടുത്തു അത്ഭുതം. ഇവരുടെ ജീവിതത്തിൽ ഈ അത്ഭുതം തിരിച്ചറിഞ്ഞ കർത്താവിൻ്റെ കാരുണ്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാം? ഇന്ന് സഭയോട് വിശ്വസ്തത, അനുദിന ബലിയിൽ പങ്കെടുക്കുന്നവർ, ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമായി കർത്താവ് ആ കുടുംബത്തെ രൂപപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ.